ഓക്കെ, നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്, ടിംബർ, വുഡ് ബേസ്ഡ് പ്രൊഡക്റ്റ്, ഈ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ PPT-യിൽ കവർ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? അഗ്രിഗേറ്റ്സ്, ഓക്കെ, അഗ്രിഗേറ്റ്സ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ടിംബർ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ടിംബർ എന്ന് പറയുന്നത്. പിന്നെ വുഡ് ബേസ്ഡ് പ്രൊഡക്റ്റ്, ഇതാണ് ഇതിനകത്ത് കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The flaky aggregate, its length is said to be elongated if it is equal to mean size twice. നിങ്ങൾ ആ ഓപ്ഷൻസിലേക്ക് ഒന്ന് പോയി നോക്കൂ, എന്താണ് ആൻസർ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. The flaky aggregate is said to be, ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. The flaky aggregate is said to be elongated if its length is equal to mean size, twice the mean size, thrice the mean size, 4 times the mean size. Answer is, flaky aggregate is said to be elongated if the length is thrice the mean size. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാം. നമ്മുടെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ഫ്ലേക്കി അഗ്രിഗേറ്റിന്റെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനും മീൻ ഡയമെൻഷനും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് അറിയുമോ? ലീസ്റ്റ് lateral dimension of flaky aggregate, it should be less than 0.6 times mean dimension. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റിനാണെങ്കിലോ? ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ് ആർ ദോസ്, ഓക്കെ, ആർ ദോസ് അഗ്രിഗേറ്റ്, അവരുടെ ലെങ്ത് എങ്ങനെയാണ്? whose length is 1.8 times mean dimension. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഫ്ലേക്കി അഗ്രിഗേറ്റ് ഈസ് സെഡ് ടു ബി ഇലോങ്ങേറ്റഡ്. എപ്പോഴാണ് നമ്മുടെ ഫ്ലേക്കി അഗ്രിഗേറ്റ് ഇലോങ്ങേറ്റഡ് എന്ന് പറയാൻ പറ്റുന്നത്? ലെങ്ത് ത്രൈസ് ദ മീൻ ഡയമെൻഷൻ അല്ലെങ്കിൽ ത്രൈസ് ദ മീൻ സൈസ് ആകുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. For RCC construction, maximum size of coarse aggregate is limited to. RCC construction maximum size of coarse aggregate according to as per IS 456 clause 5.3.3 വച്ചിട്ടാണ് ഇത് പറയുന്നത്. അതായത് maximum size of coarse aggregate, it should not be greater than 1/4 of the minimum thickness of member. മിനിമം തിക്നെസ് ഓഫ് മെമ്പറിന്റെ 1/4 കൂടാൻ പാടില്ല മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പൊ മോസ്റ്റ് വർക്കിനും നമ്മൾ 20 mm അഗ്രിഗേറ്റ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്യൂട്ടബിലിറ്റി. ഓക്കെ, ഇനി നമുക്ക് കോൺക്രീറ്റിന്റെ ഫ്ലോയ്ക്ക് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 40 mm ലാർജർ സൈസോ ഒക്കെ പെർമിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ട്, കോൺക്രീറ്റിന്റെ ഫ്ലോയ്ക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അപ് ടു 20 mm ക്യാൻ ബി അഡോപ്റ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ് ഇൻ എ കോൺക്രീറ്റ് മിക്സ് ഈസ് നെസസറി ടു അച്ചീവ്. ഒരു കോൺക്രീറ്റ് മിക്സിൽ ഗ്രേഡിംഗ് ചെയ്യുന്നത് എന്തിനാണ്? അഗ്രിഗേറ്റ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. കോൺക്രീറ്റ് മിക്സിൽ അഗ്രിഗേറ്റിന്റെ ഗ്രേഡിംഗ് ചെയ്യുന്നത് എന്തിനാണ്? അഡിക്വേറ്റ് വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ടാണോ? ഹയർ ഡെൻസിറ്റി, റിഡക്ഷൻ ഓഫ് ഓയിഡ്സ്, ബെറ്റർ ഡ്യൂറബിലിറ്റി? അഡിക്വേറ്റ് വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്രിഗേറ്റ് ഗ്രേഡിംഗ് ചെയ്യുന്നത്. ഓക്കെ, അഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കബിലിറ്റി ഫ്രഷ് കോൺക്രീറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഡിക്വേറ്റ് വർക്കബിലിറ്റി നമ്മൾ കൊടുത്താൽ മാത്രമേ സൈറ്റിൽ പ്രോപ്പർ കോമ്പാക്ഷൻ അവിടെ എൻഷുർ ചെയ്യുന്നുള്ളൂ.
അങ്ങനെ പ്രോപ്പർ കോമ്പാക്ഷൻ ഫ്രഷ് കോൺക്രീറ്റിന് കൊടുത്താൽ മാത്രമേ വോയിഡ്സ് റെഡ്യൂസ് ആകത്തുള്ളൂ. അങ്ങനെ പ്രോപ്പർ കോമ്പാക്ഷൻ കൊടുത്ത് വോയിഡ്സ് റെഡ്യൂസ് ചെയ്താൽ മാത്രമേ അവിടെ ബെറ്റർ ഡ്യൂറബിലിറ്റിയും ഹയർ ഡെൻസിറ്റിയും ആ കോൺക്രീറ്റിന് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? അഡിക്വേറ്റ് വർക്കബിലിറ്റി. ഇത് എന്തിന് റിസൾട്ട് ചെയ്യും? അഡിക്വേറ്റ് വർക്കബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ കോമ്പാക്ഷന് ഹെൽപ്പ് ചെയ്യുള്ളൂ. പ്രോപ്പർ കോമ്പാക്ഷൻ. ഈ പ്രോപ്പർലി ആ ഒരു ഫ്രഷ് കോൺക്രീറ്റ് കോമ്പാക്റ്റഡ് ആയാൽ മാത്രമേ വോയിഡ്സിന് റിഡക്ഷൻ വരത്തുള്ളൂ. വോയിഡ്സ് റിഡക്ഷൻ വരത്തുള്ളൂ. ഓക്കെ, അങ്ങനെ വോയിഡ്സ് റെഡ്യൂസ് ചെയ്ത് പ്രോപ്പർലി കോമ്പാക്റ്റഡ് ആയാൽ മാത്രമേ ഹയർ ഡെൻസിറ്റിയും ബെറ്റർ വർക്കബിലിറ്റിയും അവർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ആൻ അഗ്രിഗേറ്റ് ഈസ് സെഡ് ടു ബി ഫ്ലേക്കി. നമ്മൾ ഇത് പറഞ്ഞില്ല. അഗ്രിഗേറ്റ് ഈസ് സെഡ് ടു ബി ഫ്ലേക്കി ഇഫ് ഇറ്റ്സ് ലീസ്റ്റ് ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ. ഈ ഓപ്ഷൻസ് തെറ്റാണ്, ഓപ്ഷൻസ് നോക്കണ്ട. ലീസ്റ്റ് ഡയമെൻഷൻ ഓഫ് ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ 0.6 ടൈംസ് മീൻ ഡയമെൻഷൻ ആണ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. ഓക്കെ, അതായത് ഇതിൽ നമുക്ക് 3/5 മീൻ ഡയമെൻഷൻ എന്ന് പറയാം. ഓപ്ഷനിൽ ഇപ്പൊ 3/5 മീൻ ഡയമെൻഷൻ എന്ന് വന്നാലും 0.6 എന്ന് വന്നാലും ഒരേ കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോസ് ഏഞ്ചൽസ് ടെസ്റ്റ് ഫോർ അഗ്രിഗേറ്റ് ഈസ് മെയ്ഡ് ടു ഡിറ്റർമൈൻ. നമ്മൾ നേരത്തെ ടെസ്റ്റുകളെ പറ്റി കുറച്ചൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലോസ് ഏഞ്ചൽസ് ടെസ്റ്റ് ഫോർ അഗ്രിഗേറ്റ് ഈസ് മെയ്ഡ് ടു ഡിറ്റർമൈൻ അബ്രേഷൻ റെസിസ്റ്റൻസ്, വാട്ടർ അബ്സോർപ്ഷൻ, ക്രഷിംഗ് സ്ട്രെങ്ത്, ഇമ്പാക്ട് വാല്യൂ. ലോസ് ഏഞ്ചൽസ് ടെസ്റ്റ് അബ്രേഷൻ റെസിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതായത് ഹാർഡ്നെസ്, അഗ്രിഗേറ്റിന്റെ ഹാർഡ്നെസ് ആണ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹാർഡ്നെസ് ഓഫ് അഗ്രിഗേറ്റ് ആണ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് പ്രോപ്പർട്ടീസും അതിന്റെ ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനിലേക്ക് പോവേണ്ട ആവശ്യമില്ല. ഏത് ടെസ്റ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അഗ്രിഗേറ്റിന് എന്ന് നിങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഗ്രിഗേറ്റിന്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ അബ്രേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇത് ടെസ്റ്റ് ചെയ്യാൻ ലോസ് ഏഞ്ചൽസ് അബ്രേഷൻ ടെസ്റ്റ് ഉപയോഗിക്കാം. ലോസ് ഏഞ്ചൽസ് അബ്രേഷൻ ടെസ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഗ്രിഗേറ്റിന്റെ ഡ്യൂറബിലിറ്റി, എത്രമാത്രം ഡ്യൂറബിലിറ്റി ഉള്ള അഗ്രിഗേറ്റ് ആണ് എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാം. സൗണ്ട്നെസ്. ഓക്കെ, പിന്നെ ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെയാണ്. നമുക്ക് അഗ്രിഗേറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അദർഷൻ ആണെങ്കിലോ അദർഷൻ ടു ബിറ്റുമിൻ. അതായത് ഇതിന്റെ അർത്ഥം എന്താ? അദർഷൻ ടു ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ ബിറ്റുമിനുമായിട്ട് എത്രമാത്രം അഗ്രിഗേറ്റിന് അതർ ചെയ്തിരിക്കാൻ പറ്റും. അതർ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിയിരിക്കാൻ പറ്റും. ഇതാണ്, ഈ ടെസ്റ്റിനാണ് നമ്മൾ സ്ട്രിപ്പിംഗ് വാല്യൂ ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്ട്രിപ്പിംഗ് വാല്യൂ ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പെർസെൻറ്റേജ് ഓഫ് ദ ഫൈൻ അഗ്രിഗേറ്റ് ഓഫ് ഫൈനസ് മോഡുലസ് 2.6 to be combined with coarse aggregate of fineness modulus 6.8 for obtaining the aggregate of fineness modulus 5.4. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. ആ ഫൈൻ അഗ്രിഗേറ്റിന്റെ ഫൈനസ് മോഡുലസ് എത്രയാണ്? 2.6. ഇറ്റ് ഈസ് ടു ബി കമ്പൈൻഡ് വിത്ത് കോഴ്സ് അഗ്രിഗേറ്റ്. അതിന്റെ ഫൈനസ് മോഡുലസ് എത്രയാണ്? 6.8. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഒരു അഗ്രിഗേറ്റ് ഓഫ് ഫൈനസ് മോഡുലസ് 5.4 കിട്ടും. ഈ ഫൈനസ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതെന്തൊക്കെയായിരിക്കാനുള്ളത്?
ഫൈൻനെസ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് ഓൺ ദ സീവ്. ഓക്കെ, ഓഫ് സ്റ്റാൻഡേർഡ് സൈസ് ഡിവൈഡഡ് ബൈ 100. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതാം. ഫൈൻനെസ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സം ഓഫ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ്, പാസിംഗ് അല്ല, ആ ഒരു സ്റ്റാൻഡേർഡ് സീവ് സൈസിൽ റീറ്റെയിൻ ചെയ്യുന്ന എത്രമാത്രം പെർസെൻറ്റേജ് അഗ്രിഗേറ്റ് ആ ഒരു സ്റ്റാൻഡേർഡ് സീവ് സൈസിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. റീറ്റെയിൻഡ് ഓൺ ദ സീവ് ഓഫ് ദ സ്റ്റാൻഡേർഡ് സൈസ്. സ്റ്റാൻഡേർഡ് സൈസ് സീവ് മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഡിവൈഡഡ് ബൈ 100. ഇതാണ് ഫൈൻനെസ് മോഡുലസ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് സീവ് സൈസ് നമുക്ക് എത്രയൊക്കെ പറയാൻ പറ്റും? 150 മൈക്രോമീറ്റർ സീവ് സൈസ് ഉണ്ട്, 300 മൈക്രോമീറ്റർ, 600 മൈക്രോമീറ്റർ, 1.18 mm, 2.36 mm, 4.75 mm, 10 mm ഉണ്ട്, 12.5 mm, 20 mm, 40 mm, 80 mm. ഇതെല്ലാം കാണാതെ പഠിക്കണം എന്നില്ല, അറ്റ്ലീസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും സ്റ്റാൻഡേർഡ് സീവ് സൈസസ് നമുക്കുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫൈൻനെസ് മോഡുലസ് തന്നാൽ ഒരു അഗ്രിഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റ് ആണോ കോസ് അഗ്രിഗേറ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും.